ഇഷ്ടംപോലെയൊക്കെ അവിടെ ഇവിടെ കാണാൻ സാധിക്കും. ഫ്രഷ് വെണ്ടയ്ക്ക വളരെ നല്ല രസമാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങളിലാണ് എന്ന മഹാത്മാവിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കും വിധമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ കുറേയധികം കൃഷി രീതികളും കൃഷിയും എല്ലാം നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കൃഷികളും അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളുമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു AP വില്ലേജ് സ്റ്റോറീസ് പാർട്ട് 3. കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ ഓരോ തോട്ടങ്ങളെയും മറികടന്ന് പിന്നെ അടുത്തതായിട്ട് പോകുന്നത് ബാക്കിയുള്ള ഇവരുടെ കൃഷിരീതികൾ കാണാനാണ്. ഇതുപോലെ വെളുത്ത പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഈ പാടം, ഇത് എള്ളാണ്, വെളുത്ത എള്ള് നിറച്ചുകൊണ്ട് ഇവരാണ് ഞങ്ങളിത് പരിചയപ്പെടുത്തി തന്നത്. ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് കത്രിക്കയാണ്. പിന്നെ അങ്ങ് അകലെയായിട്ട് കാണുന്നത് വാഴക്കൃഷിയും അതുപോലെ വെറ്റില കൃഷിയുമാണ്. ഏതായാലും ഞാൻ ഇതിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് വീഡിയോ എടുത്തു. നല്ല രസമാണ് ഈ പച്ചപ്പിൻ്റെ കൂടെ ഈ വെളുത്ത പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ തീർന്നില്ല, തിരിച്ച് വരുന്ന വഴിക്ക് അവരുടെ അടുത്ത് വർത്തമാനം പറയാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് അവർ താമസിക്കുന്ന, അതായത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള ഷെഡും എല്ലാം ഞങ്ങളെ കാട്ടി തന്നു. ആ കാണുന്നതാണ് ഷെഡ്. പിന്നെ ഇവരുടെ അരിവാൾ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഒട്ടും വെയിറ്റില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അരിവാൾ. ഇത് വെച്ചാണ് ഇവർ പുല്ലെല്ലാം ചെത്തി ഒരുക്കുന്നത്. പിന്നെ ഇവരെ ഞങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. ഗായത്രി. ഈ ചെടിയിൽ നിന്ന് എള്ള് തിരിക്കുന്നത് കാണാനും നല്ല രസമാണ്. അതായത് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ കച്ചി വിരിച്ച് പിന്നെ ട്രാക്ടർ കയറ്റി ഇറക്കിയാണ് ഇവർ എള്ള് തിരിക്കുന്നത്. ശരിക്കും അതും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇവരുടെ വിളവെടുപ്പൊക്കെ ശരിക്കും ഒരു ആഘോഷം തന്നെയാണ്. വിളവെടുക്കുന്ന സമയത്ത് പോയാൽ വളരെയധികം പാട്ടും കൂത്തും എല്ലാം ആയിട്ട് ഇവർ വിളവെടുത്ത് വണ്ടിയിലെല്ലാം കയറ്റി വിടുന്ന കാഴ്ചകൾ, അതെല്ലാം ഇവിടെ ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതും ഒരു കോമൺ കാഴ്ച തന്നെയാണ്. എന്നാലും ഞങ്ങൾ അടുത്ത തോട്ടത്തിലേക്ക് പോയി. കാഴ്ചയിൽ ഒരുതരം ഉയരമുള്ള ചെടികൾ വെച്ച് ഇതിങ്ങനെ വേലി പോലെ കെട്ടിയേക്കുവാണ്. പക്ഷേ ഇതോടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഉയരമുള്ള ചെടികളുടെ ചോട്ടിൽ കൂടെ വെറ്റിലയാണ് ഇവർ കൃഷി ചെയ്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. ഇവർ കമ്പെല്ലാം വെച്ചിട്ട് ആ വഴി മൊത്തം അടച്ചേക്കുവാണ്. ഇവിടെ എല്ലാവരും തന്നെ മുറുക്കാൻ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പം എന്തെങ്കിലും മോഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയപ്പെട്ടിട്ടാവും ചിലപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും അതെല്ലാം കണ്ട് വീഡിയോ എടുത്ത് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴികളുടെ കാഴ്ചയാണിത്. ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു ഹൈവേയുടെ ചുവട്ടിൽ കൂടെയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകൾ നമ്മളെ വളരെയധികം ഒരു മനസ്സിന് കുളിർമയേകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. മൊത്തം ഈ കാണുന്നതെല്ലാം നെൽകൃഷിയാട്ടോ. ഇതെല്ലാം ഭാവിയിലോട്ട് കേരളത്തിലേക്ക് വരാനിരിക്കുന്ന നെല്ലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും നെല്ലെല്ലാം താണ്ടി പിന്നെ പോകുന്നത് പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന പോലെ മഞ്ഞയും ഓറഞ്ചുമായിട്ടുള്ള പൂക്കൾ ഇവിടെ ഈ സീസണിൽ ധാരാളം കാണാൻ സാധിക്കും. ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ഏതായാലും സമയം ഇച്ചിരി വൈകിപ്പോയി, അതുകൊണ്ട് ആ ക്ലിപ്പിംഗ് കിട്ടിയില്ല. സൂര്യകാന്തികളുടെ വിത്തുകൾ തിന്നുന്നത് ഇവർക്കൊരു ഒരു ഹോബി തന്നെയാണ്. എപ്പോഴും പോക്കറ്റിൽ ഇട്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഏതായാലും സൂര്യകാന്തിയുടെ കാര്യം വിടാം, നമുക്ക് ഈ കാണുന്ന തോട്ടങ്ങളിലേക്ക് ഇറങ്ങാം. ഇവിടെ പൂക്കൾക്ക് വളരെയധികം ഡിമാൻഡാണ്. ചെറിയ കടകൾ മുതൽ ഉന്തുവണ്ടികളിൽ വരെ പൂക്കൾ തന്നെ വിൽക്കുന്നവരെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് വണ്ടികളിൽ ഇടാനും അമ്പലങ്ങളിൽ കൊണ്ടുപോകാനും, ഇവർക്ക് കടയോ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫ്രണ്ടിൽ തൂക്കാനും, പിന്നെ മാലയായിട്ടും അങ്ങനെ പല പല കാര്യങ്ങളാണ് പൂക്കൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ഏതായാലും പൂക്കൾക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പൂക്കളുടെ കൃഷിയും ധാരാളമായിട്ട് ഉണ്ട്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പൂക്കളാണ്. അപ്പോൾ ഏതായാലും പൂക്കളുടെ തോട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. കുറച്ച് തെങ്ങും പിന്നെ വാടി നിൽക്കുന്ന കുറച്ച് പപ്പായ മരങ്ങളുമാണ് അടുത്തതായി കണ്ടത്. അതും താണ്ടി പോയത് ഈ കാണുന്ന പോലെ കണ്ണത്താ ദൂരത്ത് വ്യാപിച്ച് കിടക്കുന്ന വെണ്ടയ്ക്ക തോട്ടങ്ങളിലേക്കാണ്. വളരെയധികം വെണ്ടയ്ക്ക ഉണ്ട്. അപ്പം കായും എല്ലാം പാകമായി കിടക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. വെണ്ടയ്ക്ക തോട്ടത്തിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് കാണുന്നത് നെൽകൃഷിയാട്ടോ. ഞാൻ ഏതായാലും വെണ്ടയ്ക്ക തോട്ടങ്ങളുടെ ഉള്ളിൽ കൂടെ കുറച്ചധികം ദൂരം നടന്നു. എന്നിട്ട് തിരിച്ച് വന്ന് ഇതേപോലെ വീഡിയോ എല്ലാം എടുത്ത് നെല്ലിൻ്റെയും വീഡിയോ എടുത്ത് പിന്നെ അവിടുന്നും പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമമായി. ഏതായാലും ഇതും വളരെ അധികം നല്ലൊരു കാഴ്ചയാണ്. ഈ കാണുന്ന പോലെ നെല്ലെല്ലാം കോരി ചാക്കിലാക്കുന്ന കർഷകരെ നമുക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കും. അതേപോലെ പാടത്ത് പണിയുന്നവരെ കാണാൻ സാധിക്കും. കൊയ്ത്തയന്ത്രങ്ങൾ കാണാനുണ്ട്. അതേപോലെ കൊയ്ത് വെച്ചിരിക്കുന്ന ധാന്യങ്ങളുണ്ട്. ഇതുപോലെ 100 കണക്കിന് ആടുകളെയും കൊണ്ട് പോകുന്ന ആട്ടിടയന്മാരെയും കാണാൻ സാധിക്കും. പിന്നെ പോയത് തക്കാളി കൃഷി ചെയ്യുന്ന ഒരു പാടത്തേക്കാണ്. ഇപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു തക്കാളി വിളവെടുക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ഒരു തോട്ടത്തിൽ തക്കാളി വിളവെടുത്ത് കഴിഞ്ഞ് മിച്ചം ബാലൻസ് ഉള്ളത് ഇവർ ആടിനെ കൊണ്ട് തീറ്റിച്ച് അത് തീർക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ അടുത്ത സീസണിലേക്ക് അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടി. ഏതായാലും ഇത് നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു തക്കാളി തോട്ടമാണ്. ഓൾറെഡി ഇത് വിളവെടുത്തതാണ്, അതുകൊണ്ടാണ് തീരെ പഴുത്തൊന്നും കാണാൻ സാധിക്കാത്തത്. ഏതായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. തക്കാളി കൃഷി ചെയ്യുന്നത് മറ്റേ കൃഷികളെക്കാട്ടെല്ലാം വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ്. അതായത് ഓരോ കൃഷി രീതിക്കും ഓരോ രീതി എന്നുള്ള രീതി തന്നെ. അപ്പം ഇതിനകത്തും വെള്ളത്തിൻ്റെ സ്രോതസ്സ് ധാരാളമുണ്ട്. അത് ഞാൻ വരുന്ന വഴി കാണിക്കാം.
ഈ കാണുന്ന പോലെ വ്യാപിച്ച് കിടക്കുന്ന തക്കാളിത്തോട്ടം. ഫ്രഷായിട്ട് തക്കാളി കിട്ടും. ഇവിടെ തക്കാളിക്ക് തീരെ വിലക്കുറവാണ് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഇതേപോലെ കാണുന്ന തോട്ടങ്ങളാണ്. അപ്പോൾ തോട്ടങ്ങളിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടേക്ക് എങ്ങനെയാണ് വെള്ളം എത്തുന്നതിനുള്ള സോഴ്സാണ് ഈ കാണുന്നത്. ഇത് ബോർവെല്ലാണ്, തോട്ടത്തിലേക്ക് തന്നെ അടിച്ചു വെച്ചേക്കുവാണ്. ഇവിടെ എപ്പോഴും തന്നെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ലൈറ്റേക്കുന്നതും. അപ്പോൾ തക്കാളിത്തോട്ടം വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ തക്കാളിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് താമസിക്കാനുള്ള ഷെഡുകളും ഉണ്ട്. ഏതായാലും അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. തീർന്നിട്ടില്ല, കാഴ്ചകൾ കാണിക്കാൻ കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ എന്തായാലും കാണുന്നതായിരിക്കും.